സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്. കുറേ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് സ്കൂളിലും പോകാൻ പോവാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിലെ ഒരു മേജർ ഫേസാണ്, അതായത് ഒരു ട്രാൻസിഷൻ ഫേസാണ്. അതായത് ഇതുവരെ മാതാപിതാക്കളുടെ കൂടെ മാത്രം ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള കുഞ്ഞുങ്ങൾ അവരെ വിട്ടു നിന്ന് പുതിയൊരു സാഹചര്യത്തിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രശ്നമെന്നല്ല, ഒരു നോർമൽ കാര്യമാണ് ഈ സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സെപ്പറേഷൻ ആൻസൈറ്റി? അതായത് കുഞ്ഞുങ്ങളിൽ, അതായത് 9 മാസം മുതൽ 18 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ അവരുടെ കൺവെട്ടത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്കൊരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഭയം ഉണ്ടാവും. അത് അവർക്ക് ഈ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയം കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് ഈ സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇതേ സെപ്പറേഷൻ ആൻസൈറ്റി പുതിയതായി സ്കൂളിൽ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും. ഇനി ഈ സെപ്പറേഷൻ ആൻസൈറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒന്നാമതായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ഡെയിലി റൂട്ടീൻ സ്കൂൾ തുടങ്ങുന്നതിന് കുറേ ദിവസം മുമ്പായിട്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് സ്കൂൾ തുടങ്ങുന്നതിന് 1, 2, 3 ആഴ്ച മുമ്പ് തന്നെ അവരെ കുറച്ച് നേരത്തെ ഉണർത്തി അവരുടെ ഡെയിലി കാര്യങ്ങളൊക്കെ മോർണിംഗ് ടൈമിൽ തന്നെ ചെയ്ത് പരിശീലിപ്പിച്ചാൽ സ്കൂളിൽ തുടങ്ങുന്ന സമയത്ത് രാവിലെ ഉണ്ടാകുന്ന യുദ്ധ സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ഒഴിവാക്കാൻ സാധിക്കും. രണ്ടാമതായിട്ട് സ്കൂളിൽ കുഞ്ഞുങ്ങളെ വിടുന്നതിന് കുറച്ച് ദിവസം മുമ്പായിട്ട് തന്നെ അവരെ കുറച്ച് സമയത്തേക്കെങ്കിലും മാതാപിതാക്കളുടെ കൺവെട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഉദാഹരണത്തിന് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, അതായത് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു പ്രീ സ്കൂളിലൊക്കെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവർ പുതിയ സാഹചര്യവുമായിട്ട്, അതായത് സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന സെപ്പറേഷൻ ആൻസൈറ്റി കുറയാനാണ് സാധ്യത. ഇനി മൂന്നാമതായിട്ടുള്ള കാര്യം, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ഉത്കണ്ഠ പല രീതിയിൽ പ്രകടിപ്പിക്കും. അവർ കരയും, അവർ ബഹളം വയ്ക്കും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ മാതാപിതാക്കൾക്കുള്ളിൽ വിഷമം ഉണ്ടെങ്കിലും നിങ്ങളത് പുറമെ കാണിക്കരുത്. അവരെ കുഞ്ഞു കരയുമ്പോൾ അമ്മ കൂടെ നിന്ന് കരയാണ്, ഇല്ലെങ്കിൽ അമ്മമ്മ കൂടെ നിന്ന് കരയാണെങ്കിൽ കുഞ്ഞു വിചാരിക്കും കുഞ്ഞ് പോകുന്നത് ഒരു സേഫ് ആയിട്ടുള്ള സാഹചര്യത്തിലേക്ക് അല്ല എന്ന് കുഞ്ഞു വിചാരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസ്, പേരൻസിൻ്റെ ഇമോഷൻസ് കുഞ്ഞിൻ്റെ അടുത്ത് എക്സ്പ്രസ് ചെയ്യരുത്. അതേപോലെ തന്നെ കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നതും തിരിച്ച് വിളിക്കുമ്പോഴൊക്കെ ഒരു സ്മൂത്ത് പ്രോസസ്സിൽ പോകണം. അവരുടെ അടുത്ത് ഒരു ബൈ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ ഒരു ഹഗ് ചെയ്ത് വിടുക, തിരിച്ചു വരുമ്പോഴും ഒരു ഹഗ് ചെയ്ത് സ്വീകരിക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതൊരു നോർമൽ റൂട്ടീനാണ്, ഇതൊരു ഞാൻ പോകുന്ന ഒരു അൺസേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്കല്ല, തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് വരും. അങ്ങനെ അവർ ഗ്രാജുവലി ആ ഒരു പ്രോസസ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരും. ഇനി ചില കുട്ടികൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന്, പാരൻസും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ചെറിയൊരു ഫോട്ടോയോ അല്ലെങ്കിൽ അവരെ കംഫർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ടോയോ ഒക്കെ അവരുടെ കൊടുത്തു വിടാം. വീട്ടിലൊരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ വഴി അവരുടെ ഒരു ട്രാൻസിഷൻ ഫേസ് സ്മൂത്ത് ആക്കാനും അവർക്ക് അത്രയൊരു സ്കൂളിലേക്ക് പോകുമ്പോഴൊരു ആൻസൈറ്റി, അതായത് ഒരു സെപ്പറേഷൻ ആൻസൈറ്റി വരാതിരിക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇനി ചില കുട്ടികൾക്ക് ഇത്രയും ടൈം കഴിഞ്ഞാലും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനെയാണ് നമ്മൾ സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡോക്ടറുടെ സഹായം വേണ്ടി വന്നേക്കും. അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു ഡോക്ടറുടെ സഹായം സ്വീകരിക്കുക. അല്ലെങ്കിൽ ഒരു ഈ സെപ്പറേഷൻ ആൻസൈറ്റി അല്ലെങ്കിൽ സ്കൂളിൽ ആദ്യമായി പോകുമ്പോൾ ഉള്ള ഒരു സാഹചര്യം വളരെ നോർമൽ പ്രോസസ്സായിട്ട്